കുടുംബത്തിൽ അടുത്തുള്ള ഒരു ബന്ധു അല്ലെങ്കിൽ അടുത്തൊരു സുഹൃത്ത് പുത്തൻവാദിയായാൽ അവൻ പറഞ്ഞ സലാം മടക്കരുത്, അതേപോലെ തന്നെ അവനോട് സലാം പറയരുത് എന്ന തീവ്ര നിലപാട് സ്വീകരിക്കുന്ന പകരം അവനെ സത്യത്തിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി സലാം അടക്കാൻ പറ്റുമോ? ഈ ഭാവിയിൽ അവനെ നന്നാക്കി കൊണ്ടുവരാൻ പറ്റും, ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് സലാം അടക്കാൻ പറ്റുമോ? അപ്പൊ അവനെ കൂടുതൽ ചൊടിപ്പിക്കുന്നതിന് പകരം സലാം അടുക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ സത്യത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ പറ്റുമോ എന്ന സംശയമാണ് അവിടുന്ന്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നമ്മളെ ചോദിച്ച സുഹൃത്ത് അദ്ദേഹത്തിന്റെ ചോദ്യം കേട്ടപ്പോൾ ഒരു ആത്മാർത്ഥത ഉള്ള ശൈലിയിലെ ചോദ്യം ആണ് എനിക്ക് തോന്നിയത്. അപ്പോ അടുത്ത ബന്ധുക്കളോ കുടുംബങ്ങളോ ഒക്കെ പുത്തൻ പ്രസ്ഥാനക്കാരായി മാറിയാൽ അവരോട് സലാം പറയുകയും അങ്ങനെ അടുത്ത് അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്ത് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നതല്ലേ നല്ല രീതി എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പുത്തൻവാദം എന്ന് പറഞ്ഞാൽ, അതായത് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ, അത് ആത്മാവിന്റെ ഒരു പകർച്ചവ്യാധിയാകുന്നു. സലാം പറയരുത് എന്ന് പറയാനുള്ള കാരണമാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. അടുത്ത കുടുംബത്തിലുള്ള ഒരാൾക്ക് ശാരീരിക രോഗങ്ങൾ പിടിപെട്ടാൽ നമ്മളെ സന്ദർശിക്കാൻ പോകാറുണ്ട്. പക്ഷെ ആ രോഗം ഒരു പകർച്ചവ്യാധിയാണെങ്കിലോ ചിലപ്പോ അടുത്തേക്ക് പോയില്ല എന്ന് വരും. അബൂലഹബിന് വസൂരി പിടിച്ചിട്ട് മയ്യത്ത് കുളിപ്പിക്കാൻ പോലും ആൾക്കാരുണ്ടായില്ല എന്ന് ചരിത്രം പറഞ്ഞിട്ടില്ല നിങ്ങള്? അപ്പൊ അങ്ങനെ ഉണ്ടാവും. അടിസ്ഥാനപരമായി ശാരീരിക രോഗം അനുഭവിക്കുന്ന ആളെ നമ്മൾ സന്ദർശിക്കാൻ പോകാറുണ്ടെങ്കിലും ഏത് അടുത്ത കുടുംബമാണെങ്കിലും ആ രോഗം പകർച്ചവ്യാധിയാണെങ്കിൽ പിന്നെ പോകാൻ ബേജാറുണ്ടാവും. അതിന്റെ കാര്യം രോഗം ശരീരത്തിലേക്ക് പകരും എന്ന ബേജാറുള്ളത് കൊണ്ടാണ്. അതുപോലെ ആത്മാവിന്റെ പകർച്ചവ്യാധിയാണ് ബിദ്അത്ത്. ശരീരത്തിന്റെ രോഗം പകരുന്നത് ശരീരം തമ്മിൽ ബന്ധപ്പെടുന്നത് കൊണ്ടും അടുത്തിരിക്കുന്നത് കൊണ്ടും സഹവസിക്കുന്നതും കൊണ്ടാണ്. എന്നാൽ ആത്മാവിന്റെ രോഗം പകരുന്നത് ആത്മാക്കൾ തമ്മിൽ ബന്ധപ്പെടുന്നത് കൊണ്ടാണ്. ആത്മാവിന്റെ ബന്ധത്തിനാണ് സ്നേഹബന്ധം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ആത്മാവിന്റെ ബന്ധത്തിനാണ് സ്നേഹബന്ധം എന്ന് പറയുന്നത്. ആ സ്നേഹബന്ധം വർദ്ധിപ്പിക്കുകയും ഊട്ടിയുറപ്പിക്കുകയും ചെയ്യാനാണ് നമ്മളോട് സലാം ചെല്ലാൻ പരിശുദ്ധ ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഹദീസ് കാണാം. ഞാൻ നിങ്ങൾക്കൊരു കാര്യം പഠിപ്പിച്ചേർത്തെ, അത് നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് പരസ്പര സ്നേഹം വർദ്ധിക്കും കണ്ടോ എന്ന് പറയുന്ന ഹദീസുണ്ട്. അപ്പൊ സ്നേഹം വർദ്ധിക്കലാണ് സലാമിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. ആ സ്നേഹബന്ധം ആത്മാവിന്റെ ബന്ധമാണ്. ആ ബന്ധം പുലർത്തുമ്പോ ശാരീരിക ബന്ധത്തിലൂടെ ശരീരത്തിന്റെ രോഗം പകരുന്നത് പോലെ ആത്മാവിന്റെ ബന്ധത്തിലൂടെ ആത്മരോഗം പകരുന്നു. ആത്മാവിന്റെ രോഗം പകരും. അതുകൊണ്ടാണ് അത്തരം ആളുകളോട് ആത്മീയ ബന്ധം പുലർത്താൻ പാടില്ല എന്ന് ഇസ്ലാമിക ശരീഅത്ത് നിഷ്കർഷിക്കുന്നത്. ഇവിടെ ബുദ്ധിപരമായി നമ്മളൊരു കാര്യം കൂടി ആലോചിക്കുക. നിങ്ങൾ പറയുന്നത് നമുക്ക് അയാളോട് സലാമൊക്കെ പറഞ്ഞ അടുത്ത് അയാളെ നന്നാക്കി കൊടുന്നൂടേന. അയാളും ഇതുപോലെ ചിന്തിക്കുന്നുണ്ട്. ഒരു പുത്തൻവാദി ചിന്തിക്കുന്നത് നിങ്ങളോടൊന്ന് അടുത്തിട്ട് നിങ്ങളെ നന്നാക്കി കൊടുന്നൂടേന. അയാളെ ഭാഷയിൽ നിങ്ങളെ നന്നാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ പുത്തൻവാദിയാക്കുക എന്നുള്ളതിന്റെ അർത്ഥം. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് ശ്രമിക്കുമ്പോൾ അയാൾ ഇങ്ങോട്ടും ശ്രമിക്കും. ഏതാണ് ഫലിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റൂല. മനസ്സിലായോ? അപ്പൊ ഒരു പക്ഷേ ചിലപ്പോ മീൻ പിടിക്കാൻ പോയാൽ സ്രാവ് പിടിച്ചു തന്നിട്ടില്ലകള് അങ്ങനെ ഉണ്ടാവും. ഇപ്പം പുത്തന്മാതിനെ നന്നാക്കാൻ പോയതാ, അവസാനം ഇപ്പം തന്നെ പുത്തനായിട്ട് കാര്യം തിരിച്ചു വരിക. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമം സൂറത്തുൽ അൻആമിൽ അല്ലാഹു തആല പറഞ്ഞു, വഇദാ റഅയ്തല്ലദീന യഖൂദൂന ഫീ ആയാതിനാ ഫഅരിദ് അൻഹും ഹത്താ യഖൂദൂ ഫീ ഹദീസിൻ ഗൈരി. നമ്മുടെ ആയത്തുകളിൽ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ, നമ്മുടെ പരിശുദ്ധ ഖുർആന്റെ വചനങ്ങളിൽ ഇല്ലാത്തത് പറയുകയും ദുർവ്യാഖ്യാനം നടത്തുകയും ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ കണ്ടാൽ ഫഅരിദ് അൻഹും, നിങ്ങൾ അവരിൽ നിന്ന് പിന്തിരിഞ്ഞ് പോരണം.
ഹത്താ യഖൂദു ഫീ ഹദീസിൻ ഗൈരി, ആ രീതിയെ അവർ കൈയൊഴിയുന്നത് വരെ നിങ്ങൾ അവരിൽ നിന്ന് പിന്തിരിഞ്ഞു പോകണം. എന്നിട്ട് അല്ലാഹു തആല പറയാ, ഫഇമ്മാ യുൻസിയന്നക ശൈത്താനു ഫലാ തഖഉദ് ബഅദ ദിക്റാ മഅൽ ഖൗമിൽ ളാലിമീൻ. വല്ലപ്പോഴും പിശാച് നിങ്ങളെ മറപ്പിച്ചതിന്റെ പേരിൽ നിങ്ങൾ അവരോട് കൂടെ കൂടിയാൽ ഫലാ തഖഉദ് ബഅദ ദിക്റാ, ഓർമ്മ വന്നതിന്റെ ശേഷം നിങ്ങൾ ഇരിക്കരുത്, മഅൽ ഖൗമിൽ ളാലിമീൻ, ആ അക്രമികളായ ആളുകളുടെ കൂടെ ഇരിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിൽ അല്ലാഹു പഠിപ്പിക്കുന്നു. കേട്ടോ? അപ്പൊ അള്ളാഹ് പറഞ്ഞത് നിങ്ങൾ ഓരോരുത്തർ നിൽക്കാണ് നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യണ്ടെന്ന് പറയണം, നിങ്ങൾ ഇജാതി വർത്താനം പറയണ്ടെന്ന് പറയണം എന്നല്ല. അള്ളാഹ് പറഞ്ഞു ഫഅഇദുൻഹും, നിങ്ങൾ അവരെ തൊട്ട് പിന്തിരിഞ്ഞു പോകണം എന്നാണ്. അപ്പൊ അതിന്റെ കാരണമാണ്, അതിന്റെ യുക്തിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആത്മാവിന്റെ രോഗമാണ് വിദേഹത്ത്. ശരീരം തമ്മിലുള്ള ബന്ധത്തിലൂടെ ശരീരത്തിന്റെ രോഗം പകരുന്നത് പോലെ ആത്മാവ് തമ്മിലുള്ള ബന്ധത്തിലൂടെ ആത്മാവിന്റെ രോഗം പകരും. ആത്മാവ് തമ്മിലുള്ള ബന്ധത്തെ ഊട്ടിയുറപ്പിക്കാണ് സലാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോ നമ്മൾ അങ്ങട്ടുന്ന സലാമൊക്കെ പറഞ്ഞ് നന്നാക്കിക്കൂടെ എന്ന് പറയും. ഒരു സലാം പറയുമ്പോൾ ആത്മാവ് ഒന്നടുക്കും, രണ്ടാമത്തെ സലാം പറയുമ്പോൾ പിന്നെ അടുക്കും. അങ്ങനെ അടുപ്പം കൂടി കൂടി വരുന്നതനുസരിച്ച് ആ ബിദ്അത്ത് ഇങ്ങോട്ട് പകരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞത് അങ്ങനെ ബന്ധപ്പെടാൻ പാടില്ല എന്ന്. അതുകൊണ്ട് തന്നെയാണ് സ്വഹാബത്ത് ആ നിലപാട് സ്വീകരിച്ചതും. ഇത് നമ്മളെ മാത്രം നിലപാടല്ല, സ്വഹാബത്ത് അതേ നിലപാട് സ്വീകരിച്ചു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരു ഖദരിയ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ സലാം നേരിട്ട് പറഞ്ഞതല്ല, സലാം പറഞ്ഞയച്ചതാ. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞത്, അവന്റെ സലാം എനിക്ക് വേണ്ട. കാരണം അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, അന്നൽ ഖദരിയത മജൂസു ഹാദിഹിൽ ഉമ്മ, ഖദരിയാക്കൾ എന്ന് പറയുന്നത് ഈ ഉമ്മത്തിലെ മജൂസികളാണ്, അതുകൊണ്ട് അവരുടെ സലാം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് സലാം മടക്കാതെ തിരിച്ചയച്ച ആളാണ് ആര്? അബ്ദുല്ലാഹി ഇബ്നു റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന്റെ ചരിത്രം പരിശോധിച്ചാൽ കാണാം, സലാം പറയാൻ വേണ്ടി മാത്രം അങ്ങാടിയെ പോയിരുന്ന ആളാണ് അബ്ദുല്ലാഹി ഇബ്നു റളിയല്ലാഹു അൻഹു. രാവിലെ അങ്ങാടിക്ക് ഇറങ്ങും, എന്താ പണി? സലാം പറയുക. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു കൂടെ ഉണ്ടാവും. അങ്ങനെ സലാം പറയും, എവിടെ ചെന്നിട്ട് സലാം പറയും. ഒറ്റ സാധനത്തിനും വില ചോദിക്കൂല, കച്ചവടമല്ല, ചോദിക്കൂല, വാങ്ങൂല, വിൽപ്പനല്ല, വാങ്ങലില്ല. അങ്ങാടിയിലേക്ക് സാധാരണ പോകുന്ന ഒരു പരിപാടിയില്ല, സലാം പറയും. അപ്പൊ ഒരു ദിവസം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തിനാ നിങ്ങൾ ഇങ്ങനെ രാവിലെ തന്നെ അങ്ങാടിയിൽ പോണ്? അപ്പൊ പറഞ്ഞു, അജലിസ്സലാം, സലാം പറയാൻ വേണ്ടിയാണ് ഞാൻ അങ്ങാടിക്ക് പോണത്. അങ്ങനെ സലാം പറയാൻ വേണ്ടി മാത്രം അങ്ങാടിയിൽ പോകുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഖദരിയാക്കളെ കൂട്ടത്തിലെ ഒരാൾ സലാം പറഞ്ഞയച്ചപ്പോ, നിന്റെ സലാം നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് അതിനെ തിരസ്കരിക്കുകയാണ് ബഹുമാനപ്പെട്ടവർ ചെയ്തത് എന്ന് സാധാരണ ഹദീസിന്റെ കിതാബുകളിൽ പോലും കാണാം. അതിന്റെ കാരണമാണ്, അതിന്റെ യുക്തിയാണ് ഞാൻ നേരത്തെ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ ആയത്ത് പറഞ്ഞു, സ്വഹാബത്തിന്റെ നിലപാട് പറഞ്ഞു, അങ്ങനെയാകാനുള്ള ഹദീസ് പറഞ്ഞു. അങ്ങനെയാകാനുള്ള കാരണം എന്താണ്? സലാമിന്റെ ബന്ധം അവരുമായി പുലർത്തരുത്, അതുപോലെ തന്നെ സ്നേഹം വളരുന്ന മറ്റു രീതികളൊന്നും ഉണ്ടാകരുത് എന്ന് പറയാനുള്ള കാരണം എന്താണ് എന്നതിന്റെ യുക്തിയും പറഞ്ഞു. അത് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി കൂടുതൽ ഉണ്ടെങ്കിൽ എന്താക്കുക, അതുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം ചോദിക്കാവുന്നു. അസ്സലാമു അലൈക്കും. ഉസ്താദ് പറഞ്ഞ മനസ്സിലായിട്ടുണ്ട്. ചെറിയൊരു സംശയം ഉസ്താദ്, വഅലൈക്കും എന്ന് മാത്രം മടക്കുന്നതിന്റെ വിധി എന്താണ്? അതും ഹറാമാണോ എന്നാണ് സംശയം. വഅലൈക്കും എന്ന് സലാം മടക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് അന്യമതസ്ഥരായ ആളുകൾ നമ്മോട് സലാം പറയുമ്പോൾ അവരോട് വഅലൈക്കും എന്ന് പറയാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇപ്പൊ ജൂതന്മാരൊക്കെ മദീനത്ത് നല്ലോണം ഉണ്ടായിരുന്നു. അവരോട് സലാം പറയുമ്പോ അവരിങ്ങോട്ട് സലാം പറയുമ്പോ വഅലൈക്കും എന്ന് മറുപടി പറയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് എന്ന്. അതേസമയത്ത് പുത്തൻവാദിയോട് നമ്മൾ സലാം പറയാതിരിക്കുന്നത് അതിൽ പല അർത്ഥങ്ങളുണ്ട്. ഒന്നെന്താ നിങ്ങള് അങ്ങാടി കൂടി ഉസ്താദ് പള്ളിക്കല കാതേര് തലയെക്കെട്ടും കെട്ടി ഇങ്ങനെ പോകുമ്പോ വഹാബി മൗലവി എന്നിട്ട് അസ്സലാമു അലൈക്കും വഅലൈക്കും. അപ്പൊ കേട്ടവർക്ക് എന്ത് മനസ്സിലായി? ആ ഉസ്താദ് സലാം അടക്കിക്കണെന്ന് മനസ്സിലായോ? അപ്പൊ ഉസ്താദ് സലാം അടക്കിക്കണെന്ന് മനസ്സിലാവുമ്പോ പിന്നെ സ്നേഹബന്ധം പുലർത്താനും അത് വളർത്താനൊക്കെ പറ്റിയ ആളാണ് എന്ന രീതിയിലാണ് ജനങ്ങൾ അദ്ദേഹത്തെ കണക്കിലെടുക്കുക.
അപ്പൊ സലാം പറയരുത് എന്ന് പറഞ്ഞതിന്റെ പൊരുൾ എന്താണോ ആ പൊരുൾ നടപ്പിലാകണമെങ്കിൽ, അത് ഉണ്ടാകണമെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിൽ തീരെ മടക്കാതിരിക്കുകയാണ് വേണ്ടത് എന്ന് മനസ്സിലാകും. ഇമാം നബവി റളിയല്ലാഹു അൻഹു തന്റെ അദ്കാറിൽ വ്യക്തമായി പറഞ്ഞു, മുബ്തദിഉം അതുപോലെ തന്നെ ഫാസിഖും ഫയംബഗി അല്ലാ യുസല്ലമ അലൈഹിം വഅല്ലാ യുറദ്ദ അലൈഹിമുസ്സലാം, അവർക്ക് സലാം പറയാതിരിക്കേണ്ടതും അവർ സലാം ചൊല്ലിയാൽ മടക്കാതിരിക്കേണ്ടതും അനിവാര്യമാണ് എന്ന് ഇമാം റളിയല്ലാഹു അൻഹു തന്റെ കിതാബുൽ അദ്കാറിലും അതുപോലെ തന്നെ മറ്റു പല ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലും മറ്റു ഇമാമിയങ്ങൾ പലരും അത് പറഞ്ഞതായി കാണാവുന്നതാണ്. ഓക്കെ, ഞാൻ